Hello students, welcome to the video lecture series on the subject Basic Mechanical Engineering. In this video, we will be discussing with the following topics: definition of thermodynamics, significance of thermodynamics, and basic concepts in thermodynamics. First of all, thermodynamics. ഈ ഒരു സെക്ഷനിൽ നമുക്ക് തെർമോഡൈനാമിക്സിൻ്റെ ഡെഫിനിഷനാണ് ഡീൽ ചെയ്യേണ്ടത്. ടേം, ഡൈനാമിക്സ് എന്നീ ഗ്രീക്ക് വേർഡ്സുകൾ കമ്പൈൻ ചെയ്താണ് തെർമോഡൈനാമിക്സ് എന്നുള്ള ടേം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ടേം എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്നാണ് മീനിങ്, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ വർക്ക് എന്നാണ് മീനിങ്. സോ ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദി ടേം തെർമോഡൈനാമിക്സ് വാസ് ഡിറൈവ്ഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്സ്, ടേം ആൻഡ് ഡൈനാമിക്സ്. ടേം മീൻസ് ഹീറ്റ് ആൻഡ് ഡൈനാമിക്സ് മീൻസ് വർക്ക്. സോ തെർമോഡൈനാമിക്സിനെ നമ്മൾക്ക് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. തെർമോഡൈനാമിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഹീറ്റ് ആൻഡ് വർക്ക്. സോ ഹീറ്റിനെ പറ്റിയും വർക്കിനെ പറ്റിയും ഡീൽ ചെയ്യുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയാം. ഇനി തെർമോഡൈനാമിക്സിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന മൂന്ന് പ്രധാനപ്പെട്ട ടേംസ് ആണ് എനർജി, എൻട്രപ്പി, അതേപോലെ ഇക്വിലിബ്രിയം. സോ തെർമോഡൈനാമിക്സിനെ നമുക്ക് ഈ രീതിയിലും ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. തെർമോഡൈനാമിക്സ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദി സയൻസ് ഓഫ് എനർജി, എൻട്രപ്പി ആൻഡ് ഇക്വിലിബ്രിയം. നെക്സ്റ്റ് വൺ, സിഗ്നിഫിക്കൻസ് ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾക്ക് തെർമോഡൈനാമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ആണ് ഡീൽ ചെയ്യേണ്ടത്. ആദ്യം ഞാൻ തെർമോഡൈനാമിക്സിൻ്റെ യൂസേജ് വരുന്ന ചില എക്സാമ്പിൾസ് കാണിക്കാം. ഫസ്റ്റ് വൺ, ഒരു തെർമൽ പവർ പ്ലാന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. എയ്റോപ്ലെയിൻ, സോളാർ പവർ പ്ലാന്റ്, എയർ കണ്ടീഷണർ, എൻജിൻ, റെഫ്രിജറേറ്റർ. ഈ കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ തെർമോഡൈനാമിക്സിൻ്റെ യൂസേജ് വരുന്ന ചില ഡിവൈസുകളാണ്. ഈ കാണിച്ചിരിക്കുന്ന ഡിവൈസുകളിലെല്ലാം തന്നെ ഒന്നുകിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയോ അതല്ലെങ്കിൽ എനർജിയെ കൺസ്യൂം ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. സോ ഓൾറെഡി നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞതാണ്, തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എനർജിയെ ഡീൽ ചെയ്യുന്ന സയൻസിൻ്റെ ബ്രാഞ്ചാണ്. സോ എനർജി യൂട്ടിലൈസ് ചെയ്യുകയോ എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഡിവൈസുകളിലെല്ലാം തന്നെ തെർമോഡൈനാമിക്സിന് ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് എഴുതിയിരിക്കുന്നത്. തെർമോഡൈനാമിക്സ് ഫൈൻഡ്സ് ആപ്ലിക്കേഷൻസ് ഇൻ ഓൾമോസ്റ്റ് ഓൾ എനർജി പ്രൊഡ്യൂസിങ് ആൻഡ് എനർജി കൺസ്യൂമിങ് ഡിവൈസസ്. സോ എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ എനർജിയെ കൺസ്യൂം ചെയ്യുന്നതോ ആയിട്ടുള്ള ഡിവൈസുകളെല്ലാം തന്നെ തെർമോഡൈനാമിക്സിന് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി യൂട്ടിലൈസേഷന് വേണ്ടി തെർമോഡൈനാമിക്സ് നോളജ് വളരെ അത്യാവശ്യമാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. ഹെൻസ് ഫോർ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി എ ഗുഡ് നോളജ് ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് എസെൻഷ്യൽ. നെക്സ്റ്റ് വൺ, ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ തെർമോഡൈനാമിക്സ്. ഇനി നമ്മൾക്ക് തെർമോഡൈനാമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ടേംസ് ആണ് പഠിക്കേണ്ടത്. അതിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, തെർമോഡൈനാമിക് സിസ്റ്റം, തെർമോഡൈനാമിക് അനാലിസിസ്, സറൗണ്ടിങ്സ്, ബൗണ്ടറി, തെർമോഡൈനാമിക് പ്രോപ്പർട്ടി, തെർമോഡൈനാമിക് സ്റ്റേറ്റ്, തെർമോഡൈനാമിക് പ്രോസസ്, പാത്ത് ഫംഗ്ഷൻ ആൻഡ് പോയിന്റ് ഫംഗ്ഷൻ, സൈക്കിൾ ആൻഡ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഫസ്റ്റ് വൺ, തെർമോഡൈനാമിക് സിസ്റ്റം. നമ്മൾ എന്തിനെ പറ്റിയാണോ തെർമോഡൈനാമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത് അതിനെയാണ് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുക. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഈ ഒരു ഭാഗത്താണ് സ്റ്റഡി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനെ സിസ്റ്റം എന്നും അതേസമയം നമ്മുടെ സ്റ്റഡിയിൽ നിന്നും ഒഴിവാക്കിയ ഭാഗത്തെ സറൗണ്ടിങ്ങും എന്നാണ് വിളിക്കുക. ഇനി സിസ്റ്റത്തെയും സറൗണ്ടിങ്ങിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ നോക്കാം, അതിനുശേഷം സറൗണ്ടിങ്ങിൻ്റെയും ബൗണ്ടറിയുടെയും ഡെഫിനിഷനിലേക്ക് പോകാം. ഇതാണ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ. ഇറ്റ് ക്യാൻ ബി എനി ഒബ്ജക്റ്റ്, എനി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഓർ എനി റീജിയൻ ഓഫ് സ്പേസ് സെലക്റ്റഡ് ഫോർ സ്റ്റഡി. തെർമോഡൈനാമിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒബ്ജക്റ്റിനെയോ മാറ്ററിനെയോ അല്ലെങ്കിൽ സ്പേസിനെയോ ആണ് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി തെർമോഡൈനാമിക്സിൽ സിസ്റ്റത്തിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ്. ഫസ്റ്റ് വൺ, ഓപ്പൺ സിസ്റ്റം, സെക്കൻഡ് വൺ, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് തേർഡ് വൺ, ഐസൊലേറ്റഡ് സിസ്റ്റം. ഫസ്റ്റ് വൺ, ഓപ്പൺ സിസ്റ്റം. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഇതാണ് സിസ്റ്റം. അതേസമയത്ത് സിസ്റ്റത്തിന് പുറമേയുള്ള ഈ ഒരു ഭാഗമാണ് സറൗണ്ടിങ്. സിസ്റ്റത്തെയും സറൗണ്ടിങ്ങിനെയും വേർതിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ബൗണ്ടറി. ഇനി ഈ ഒരു സിസ്റ്റം ഓപ്പൺ സിസ്റ്റം ആവണമെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ മാസും അതേപോലെ എനർജിയും ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റത്തിനെ ഓപ്പൺ സിസ്റ്റം ആയിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിന്ന് ഈ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് മാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ച് സറൗണ്ടിങ്ങിൽ നിന്നും ഈ ഒരു സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്ന മാസും നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സെയിം രീതിയിൽ ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് എനർജി ഔട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ എനർജി ഇൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്കും സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്കും മാസും എനർജിയും ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട്
ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിസ്റ്റം വിച്ച് പെർമിറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് ബോത്ത് മാസ് ആൻഡ് എനർജി അക്രോസ് ഇറ്റ്സ് ബൗണ്ടറി ഈസ് നോൺ ആസ് ഓപ്പൺ സിസ്റ്റം. ഇനി ഓപ്പൺ സിസ്റ്റത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് കൺട്രോൾ വോളിയം. കാരണം ഇവിടെ ഈ ഒരു മാസോ എനർജിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു സിസ്റ്റത്തിന്റെ ബൗണ്ടറിയിൽ വേരിയേഷൻ ഉണ്ടാകുന്നില്ല. സോ ബൗണ്ടറിയിൽ വേരിയേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ വോളിയം, അതായത് സിസ്റ്റത്തിന്റെ വോളിയം എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. സോ വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഓപ്പൺ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ വോളിയം. അതാണ് എഴുതിയിരിക്കുന്നത്. ഓപ്പൺ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് കൺട്രോൾ വോളിയം ബിക്കോസ് ബൗണ്ടറി ഓഫ് ആൻ ഓപ്പൺ സിസ്റ്റം ഈസ് ഫിക്സഡ് ആൻഡ് വോളിയം ഓഫ് ദി ഓപ്പൺ സിസ്റ്റം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഇനി ഈ ഒരു ഓപ്പൺ സിസ്റ്റത്തിന്റെ ബൗണ്ടറിയെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ സർഫസ്. ബൗണ്ടറി ഓഫ് ദി ഓപ്പൺ സിസ്റ്റം ഈസ് കോൾഡ് കൺട്രോൾ സർഫസ്. ഓപ്പൺ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പമ്പ്സ്, എൻജിൻസ്, ടർബൈൻസ്. ഈ ഓരോ എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൽ മാസും എനർജിയും പമ്പിനുള്ളിൽ നിന്നും പുറമേക്കും അതേപോലെ പുറമേ നിന്ന് പമ്പിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സെയിം രീതിയിൽ എഞ്ചിനിലും ടർബൈനിലും ഇതേപോലെ തന്നെ മാസും എനർജിയും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ക്ലോസ്ഡ് സിസ്റ്റം. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സിസ്റ്റമാണ്, സിസ്റ്റത്തിന്റെ ബൗണ്ടറിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെ ക്ലോസ്ഡ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ഒരു സിസ്റ്റവും സറൗണ്ടിങ്ങിൽ തമ്മിൽ മാസ് ട്രാൻസ്ഫർ നടക്കാൻ പാടില്ല. അതായത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്കോ സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ മാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. എന്നാൽ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനിടയിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. അപ്പോൾ ഈ രീതിയിൽ മാസ് ട്രാൻസ്ഫർ ഇല്ലാത്തതും എനർജി ട്രാൻസ്ഫർ ഉള്ളതുമായിട്ടുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് കാണിക്കുക. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനിടയിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഹീറ്റായിട്ടും വർക്കായിട്ടും എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ കാണുന്ന ആരോ മാർക്ക് ഉപയോഗിച്ച് സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന എനർജിയും ഈ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ച് സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്ന എനർജിയും നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സിസ്റ്റം ഒരു ക്ലോസ്ഡ് സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിസ്റ്റം വിച്ച് ഡസ് നോട്ട് പെർമിറ്റ് ദി ട്രാൻസ്ഫർ ഓഫ് മാസ് ആൻഡ് അലൗ ദി ട്രാൻസ്ഫർ ഓഫ് എനർജി ഈസ് കോൾഡ് ക്ലോസ്ഡ് സിസ്റ്റം. ഇനി ക്ലോസ്ഡ് സിസ്റ്റത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൺട്രോൾ മാസ്. നമുക്കറിയാം ക്ലോസ്ഡ് സിസ്റ്റത്തിൽ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനിടയിൽ മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. സോ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ക്ലോസ്ഡ് സിസ്റ്റത്തിനെ നമ്മൾ കൺട്രോൾ മാസ് എന്ന് വിളിക്കാനുള്ള കാരണം. ക്ലോസ്ഡ് സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് കൺട്രോൾ മാസ് ബിക്കോസ് മാസ് ഓഫ് ദി സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് പോയിന്റ്, ബൗണ്ടറി ഓഫ് ദി ക്ലോസ്ഡ് സിസ്റ്റം ഈസ് മൂവബിൾ. ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ബൗണ്ടറി മൂവബിൾ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു ഓപ്പൺ സിസ്റ്റത്തിനകത്ത് ബൗണ്ടറി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അതേസമയം ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ബൗണ്ടറി മൂവബിൾ ആയതുകൊണ്ട് അതിന്റെ വോളിയം വേരിയബിൾ ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. വോളിയം ഓഫ് ദി ക്ലോസ്ഡ് സിസ്റ്റം ഈസ് വേരിയബിൾ. സോ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ബൗണ്ടറി മൂവബിൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ വോളിയം വേരിയബിൾ ആയിരിക്കും. ഇനി ഇതിന് എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗ്യാസ് എൻട്രാപ്ഡ് ഇൻ എ സിലിണ്ടർ പിസ്റ്റൺ ഡിവൈസ്. ഈ കാണിച്ചിരിക്കുന്നതാണ് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ്. ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സിലിണ്ടർ, അതിനുള്ളിൽ ഈ കാണുന്നതാണ് പിസ്റ്റൺ. ഇതിനുള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഗ്യാസ് ആണ് ക്ലോസ്ഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ. കാരണം ഇതിനുള്ളിലുള്ള ഗ്യാസിന് സറൗണ്ടിങ്ങിലേക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതേസമയം ഈ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിനുള്ളിലുള്ള ഗ്യാസിനെ നമുക്ക് ഹീറ്റ് ചെയ്യാനും അതേപോലെ കൂൾ ചെയ്യാനും സാധിക്കും. സോ ഈ ഒരു സിസ്റ്റത്തിൽ എനർജി ട്രാൻസ്ഫർ സാധ്യമാണ്, അതേസമയം മാസ് ട്രാൻസ്ഫർ സാധ്യമല്ല. നെക്സ്റ്റ് വൺ, ഐസൊലേറ്റഡ് സിസ്റ്റം. ഒരു സിസ്റ്റത്തിനെ ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനിടയിൽ മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും നടക്കാൻ പാടില്ല. സിസ്റ്റം വിച്ച് ഡു നോട്ട് പെർമിറ്റ് ബോത്ത് മാസ് ആൻഡ് എനർജി ടു ട്രാൻസ്ഫർ അക്രോസ് ഇറ്റ്സ് ബൗണ്ടറി ഈസ് നോൺ ആസ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് യൂണിവേഴ്സ്. കാരണം യൂണിവേഴ്സിന് സറൗണ്ടിങ് ഇല്ല. നെക്സ്റ്റ് വൺ, തെർമോഡൈനാമിക് അനാലിസിസ്. തെർമോഡൈനാമിക്സിൽ നമ്മൾ ഒരു സിസ്റ്റത്തെ രണ്ട് രീതിയിലാണ് സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് മാക്രോസ്കോപ്പിക് അനാലിസിസ്, മറ്റൊന്ന് മൈക്രോസ്കോപ്പിക് അനാലിസിസ്. നമ്മൾക്ക് ആദ്യം മാക്രോസ്കോപ്പിക് അനാലിസിസ് എന്താണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഒരു സിസ്റ്റത്തിനുള്ളിൽ കുറേയധികം മോളിക്യൂൾസ് ഉണ്ടാവും. ഈ മോളിക്യൂൾസിനെ മൊത്തത്തിലായിട്ട് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് മാക്രോസ്കോപ്പിക് അനാലിസിസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തെർമോഡൈനാമിക് അനാലിസിസ് ക്യാരിഡ് ഔട്ട് ബൈ കൺസിഡറിങ് ഗ്രോസ് ബിഹേവിയർ ഓഫ് മാറ്റർ ഈസ് നോൺ ആസ് മാക്രോസ്കോപ്പിക് അനാലിസിസ്. സോ ഈ ഒരു കേസിൽ ഒരു കളക്ഷൻ ഓഫ് മോളിക്യൂൾസിന്റെ ടോട്ടൽ ബിഹേവിയർ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഈസി മെത്തേഡ് ടു അനലൈസ് ദി തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ്. മൈക്രോസ്കോപ്പിക് അനാലിസിസിനെ അപേക്ഷിച്ച് മൈക്രോസ്കോപ്പിക് അനാലിസിസ് വളരെ ഈസിയർ ആയിട്ടുള്ള മെത്തേഡാണ്. സ്ട്രക്ചർ ഓഫ് മാറ്റർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു
മാറ്ററിനുള്ളിൽ എങ്ങനെയാണ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയാം. എ വെരി ഫ്യൂ വേരിയബിൾസ് ആർ നീഡഡ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ മൈക്രോസ്കോപ്പിക് അനാലിസിസിൽ 1-2 റീഡിങ്സ് മാത്രം എടുത്താൽ മതി. അതാണ് ഇവിടെ എ വെരി ഫ്യൂ വേരിയബിൾസ് ആർ നീഡഡ് എന്നെഴുതാനുള്ള കാരണം. ഇനി മൈക്രോസ്കോപ്പിക് അനാലിസിസിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്. നെക്സ്റ്റ് വൺ മൈക്രോസ്കോപ്പിക് അനാലിസിസ്. മൈക്രോസ്കോപ്പിക് അനാലിസിസിൽ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ ബിഹേവിയർ ആണ് കണക്കിലെടുക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തെർമോഡൈനാമിക് അനാലിസിസ് carried out by considering behavior of individual molecules is known as microscopic analysis. It is a difficult method to analyze the behavior of molecules. ഇവിടെ മോളിക്യുലർ ലെവലിലാണ് അനാലിസിസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിക് അനാലിസിസ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സാണ്. സ്ട്രക്ചർ ഓഫ് മാറ്റർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ലാർജ് നമ്പർ ഓഫ് വേരിയബിൾസ് ആർ നീഡഡ്. മൈക്രോസ്കോപ്പിക് അനാലിസിസിൽ കുറേയധികം റീഡിങ്സ് നമ്മൾ എടുക്കണം. കാരണം ഒരു സിസ്റ്റത്തിനുള്ളിൽ കുറേയധികം മോളിക്യൂൾസ് ഉണ്ടാവും. സോ ഓരോ മോളിക്യൂൾസിൻ്റെയും ബിഹേവിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട്, അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യണം എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ മൈക്രോസ്കോപ്പിക് അനാലിസിസിൽ നമ്മൾ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ ടെമ്പറേച്ചർ റീഡിങ്സ് എടുക്കേണ്ടതായിട്ട് വരും. അതാണ് എ ലാർജ് നമ്പർ ഓഫ് വേരിയബിൾസ് ആർ നീഡഡ് എന്നെഴുതാനുള്ള കാരണം. ഇനി ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. മൈക്രോസ്കോപ്പിക് അനാലിസിസിനെ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുമ്പോൾ മൈക്രോസ്കോപ്പിക് അനാലിസിസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. കാരണം ഇവിടെ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ റീഡിങ്സ് എടുത്തതിന് ശേഷം ആ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ബിഹേവിയർ കാണിക്കാനായിട്ട് ഇപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യണം എന്ന് വിചാരിക്കാം. ആ ഒരു ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ ടെമ്പറേച്ചർ റീഡിങ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ കണ്ടെത്തുകയാണ് ചെയ്യുക. ആവറേജ് എന്നുള്ളത് സ്റ്റാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഈ ഒരു മൈക്രോസ്കോപ്പിക് അനാലിസിസിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കാനുള്ള കാരണം. നെക്സ്റ്റ് വൺ സറൗണ്ടിങ്സ്. നമ്മൾ എന്തിനെ പറ്റിയാണോ സ്റ്റഡി ചെയ്യുന്നത് അതിനെയാണ് സിസ്റ്റം എന്ന് വിളിക്കുക. അതേസമയം സിസ്റ്റത്തിന് പുറമേയുള്ള എന്തിനേയും നമ്മൾക്ക് സറൗണ്ടിങ്സ് എന്ന് വിളിക്കാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എനിത്തിങ് ഔട്ട്സൈഡ് ദി സിസ്റ്റം ഈസ് നോൺ ആസ് സറൗണ്ടിങ്സ്. വി ഹാവ് എക്സ്ക്ലൂഡഡ് സറൗണ്ടിങ്സ് ഫ്രം അവർ സ്റ്റഡി. നെക്സ്റ്റ് വൺ ബൗണ്ടറി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സിസ്റ്റത്തെയും സറൗണ്ടിങ്ങിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തെയാണ് ബൗണ്ടറി എന്ന് പറയുക. ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൻ ഇമാജിനറി ഓർ റിയൽ എൻവലപ്പ് ദാറ്റ് സെപ്പറേറ്റ്സ് ദി സിസ്റ്റം ഫ്രം ഇറ്റ് സറൗണ്ടിങ്സ് ഈസ് നോൺ ആസ് ബൗണ്ടറി. ഇനി ബൗണ്ടറീസ് പല ടൈപ്പ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൗണ്ടറീസ്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൗണ്ടറീസ്. ഫസ്റ്റ് വൺ അഡയബാറ്റിക് ബൗണ്ടറി. അതായത് ഒരു ബൗണ്ടറി ഹീറ്റിനെ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനിടയിൽ കടത്തിവിടുന്നില്ല എങ്കിൽ അത്തരം ബൗണ്ടറിയെയാണ് അഡയബാറ്റിക് ബൗണ്ടറി എന്ന് പറയാം. സെക്കൻഡ് വൺ ഡയാതെർമൽ ബൗണ്ടറി. അതായത് ഒരു ബൗണ്ടറി സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനിടയിൽ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ബൗണ്ടറിയെയാണ് ഡയാതെർമൽ ബൗണ്ടറി എന്ന് പറയാം. നെക്സ്റ്റ് വൺ പെർമിയബിൾ ബൗണ്ടറി. അതായത് മാസിനെ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനിടയിൽ കടത്തിവിടുന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർമിയബിൾ ബൗണ്ടറി എന്ന് പറയുന്നത്. അതേസമയം മാസിനെ കടത്തിവിടുന്നില്ല എങ്കിൽ അതിനെയാണ് ഇംപെർമിയബിൾ ബൗണ്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫിക്സഡ് ബൗണ്ടറി ആൻഡ് മൂവബിൾ ബൗണ്ടറി. അതായത് ബൗണ്ടറി ഒരു ഭാഗത്ത് ഫിക്സഡ് ആണെങ്കിൽ അത്തരം ബൗണ്ടറിയെ ഫിക്സഡ് ബൗണ്ടറി എന്നും അതേസമയം മൂവ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ മൂവബിൾ ബൗണ്ടറി എന്നുമാണ് പറയാം. നെക്സ്റ്റ് വൺ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. നമുക്കറിയാം ഓരോ മനുഷ്യർക്കും ഓരോ ക്യാരക്ടേഴ്സ് ആണ്. അതേപോലെ ഓരോ സിസ്റ്റത്തിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഈ ക്യാരക്ടേഴ്സിനെയാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് പ്രോപ്പർട്ടീസ്. സിസ്റ്റത്തിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഈസ് ഓൾസോ കോൾഡ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്. ഈ ഒരു പോയിന്റ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോപ്പർട്ടിയെ പറയുന്ന മറ്റൊരു പേരാണ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്. ഇനി പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഡെൻസിറ്റി എക്സെട്ര. ഇനി പ്രോപ്പർട്ടീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, മറ്റൊന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അതായത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുക. അതേസമയം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മാസ് ഓഫ് ദി സിസ്റ്റം ആർ കോൾഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി എക്സെട്ര. അതേസമയം പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി സിസ്റ്റം ആർ കോൾഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് വോളിയം, എനർജി എക്സെട്ര. നെക്സ്റ്റ് വൺ തെർമോഡൈനാമിക് സ്റ്റേറ്റ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ
ഫിസിക്കൽ എക്സിസ്റ്റൻസിൻ്റെ കണ്ടീഷനെയാണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കണ്ടീഷൻ ഓഫ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് എ സിസ്റ്റം അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഈസ് കോൾഡ് സ്റ്റേറ്റ്. ഇനി ഒരു സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്നുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അതാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് പ്രോപ്പർട്ടീസ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ബീക്കർ കൺസിഡർ ചെയ്യുക. ആ ബീക്കറിനുള്ളിൽ വാട്ടർ ഉള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഈ ഒരു വാട്ടറിൻ്റെ പ്രഷർ P1 ആയിട്ടും ടെമ്പറേച്ചർ T1 ആയും വോളിയം V1 ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബീക്കർ വാട്ടർ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് പ്രഷർ P1, ടെമ്പറേച്ചർ T1, വോളിയം V1. അതാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് വൺ, തെർമോഡൈനാമിക് പ്രോസസ്. അതായത് ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെയാണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. വെൻ എ തെർമോഡൈനാമിക് സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് അണ്ടർഗോൺ എ പ്രോസസ്. അതായത് ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി പ്രോസസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി നോക്കേണ്ടത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സസ്. ഫസ്റ്റ് വൺ, ഐസോബാറിക് പ്രോസസ്. അതായത് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ പ്രഷർ വേരി ചെയ്യുന്നില്ല, ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം പ്രോസസ്സിനെയാണ് ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഐസോതെർമൽ പ്രോസസ്. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും വേരി ചെയ്യാം. ഇതിനെയാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഐസോകോറിക് പ്രോസസ്. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും മറ്റു പ്രോപ്പർട്ടീസ് വേരി ചെയ്യുകയുമാണെങ്കിൽ അത്തരം പ്രോസസ്സിനെയാണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അഡയബാറ്റിക് പ്രോസസ്. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ലെങ്കിൽ അതിനെയാണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഐസെൻട്രോപിക് പ്രോസസ്. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ എൻട്രോപ്പി എന്നുള്ള പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എങ്കിൽ അത്തരം പ്രോസസ്സിനെയാണ് ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പാത്ത്. പാത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു ഫിഗർ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ കാണിച്ചിരിക്കുന്നത് ഒരു സിലിണ്ടർ ആണ്. ആ സിലിണ്ടറിനുള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. ഇനിഷ്യലി ഈ ഒരു പിസ്റ്റൺ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ 1 എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു പിസ്റ്റൺ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ കാണുന്ന ഭാഗത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അതിനെ നമ്മൾ 2 എന്നും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനിഷ്യൽ സ്റ്റേജ് 1 ആയിട്ടും ഫൈനൽ സ്റ്റേജ് 2 ആയിട്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി ഈ ഒരു പ്രോസസ്സിൻ്റെ അതായത് 1-ൽ നിന്ന് 2-ലേക്കുള്ള ചേഞ്ചിനെ ഇവിടെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതൊരു PV ഡയഗ്രത്തിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രഷർ വോളിയം ഡയഗ്രത്തിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇനിഷ്യൽ സ്റ്റേജിൽ വോളിയം V1 ആയിട്ടും ഇനിഷ്യൽ സ്റ്റേജിലെ പ്രഷർ P1 ആയിട്ട് നമ്മൾ എടുക്കണം. അതാണ് ഇവിടെ 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം V1 ആയിട്ടും 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ P1 ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫൈനൽ സ്റ്റേജിലെ വോളിയം V2 ആയിട്ടും ഫൈനൽ സ്റ്റേജിലെ പ്രഷർ P2 ആയിട്ട് എടുക്കുക. അതാണ് 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള V2 വോളിയവും 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ P2 ആയിട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഈ ഒരു പിസ്റ്റൺ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലെ വോളിയം കുറയുകയാണ്, അതേസമയം പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ 1-ൽ നിന്നും 2-ലേക്ക് ഈ രീതിയിലായിരിക്കും ഗ്രാഫ് വരിക. കാരണം ഈ രീതിയിൽ ഗ്രാഫ് വന്നെങ്കിൽ മാത്രമേ 1-ൽ നിന്ന് 2-ലേക്ക് പോകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും വോളിയം കുറയുകയും ചെയ്യുള്ളൂ. സോ ഈ രീതിയിൽ ഇനിഷ്യൽ സ്റ്റേജ് 1-ഉം ഫൈനൽ സ്റ്റേജ് 2-ഉം തമ്മിൽ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ പാത്ത് എന്ന് പറയുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം പാസസ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് ഇറ്റ് ഈസ് സെഡ് ടു ഡിസ്ക്രൈബ് എ പാത്ത്. ലോക്കസ് ഓഫ് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ഈസ് കോൾഡ് പാത്ത്. അപ്പോൾ ഈ രീതിയിലും പാത്തിന് ഡെഫിനിഷൻ ഉണ്ട്. അതായത് ഇനിഷ്യൽ സ്റ്റേജിനും ഫൈനൽ സ്റ്റേജിനിടയിലുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റുകളുടെ ലോക്കസിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. ലോക്കസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ. ശ്രദ്ധിക്കുക, 1-നും 2-നും ഇടയിൽ കുറേയധികം ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റുകളുണ്ട്. ആ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റുകളിലൂടെ 1-നും 2-നും ഇടയിൽ വരയ്ക്കുന്ന ഈ ഒരു കർവിനെയാണ് നമ്മൾ പാത്ത് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾക്ക് പോയിന്റ് ഫംഗ്ഷനും അതേപോലെ പാത്ത് ഫംഗ്ഷനും എന്താണെന്നുള്ളതാണ് ഡീൽ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾക്ക് പോയിന്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. പോയിന്റ് ഫംഗ്ഷൻസ് ആർ ഫംഗ്ഷൻസ് that does not depend on the path followed to reach a particular state. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ് അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം ഫംഗ്ഷനെയാണ് നമ്മൾ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയാം. ദ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി സ്റ്റേറ്റ്സ് ഓഫ് ദി സിസ്റ്റം. പോയിന്റ് ഫംഗ്ഷൻസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അത് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ദേ ആർ ഓൾസോ കോൾഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ഓർ പോയിന്റ് ഫംഗ്ഷൻസ്.
പോയിന്റ് ഫംഗ്ഷൻസ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് വിളിക്കാനുള്ള കാരണം. അതിന് എക്സാമ്പിൾസ് ആണ് ടെമ്പറേച്ചർ, പ്രഷർ, എക്സെട്ര. ഇനി നമുക്ക് നോക്കേണ്ടത് പാത്ത് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. അതായത് പാത്ത് ഫംഗ്ഷൻസ് ആർ ഫംഗ്ഷൻസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ഫോളോഡ് ടു റീച്ച് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ് അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഹീറ്റും വർക്കും. നെക്സ്റ്റ് വൺ സൈക്കിൾ. സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രഷർ വോളിയം ഗ്രാഫ് മനസ്സിലാക്കുക. ഇവിടെ 4 പ്രോസസ്സുകൾ കാണിച്ചിട്ടുണ്ട്. 1 to 2, 2 to 3, 3 to 4, 4 to 1. ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഒന്ന് തന്നെയാണ്. അതായത് 1 തന്നെയാണ് ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും. ഈ രീതിയിൽ ഒരു പ്രോസസ്സിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഒന്നായിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ സിസ്റ്റം ഈസ് സെറ്റ് ടു ഹാവ് എക്സിക്യൂട്ടഡ് എ തെർമോഡൈനാമിക് സൈക്കിൾ when it has undergone a series of processes such that initial and final states are identical. So ഈ രീതിയിൽ ഒരു പ്രോസസ്സിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഒന്നായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആയിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഇവിടെ നമ്മൾക്ക് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണെന്നുള്ളതാണ് ഡീൽ ചെയ്യേണ്ടത്. ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആകണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആ ഒരു സിസ്റ്റം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, സെക്കൻഡ് വൺ ആ ഒരു സിസ്റ്റം കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, ആൻഡ് തേർഡ് വൺ ആ ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അതാണ് എഴുതിയിരിക്കുന്നത്. എ സിസ്റ്റം ഈസ് സെറ്റ് ടു ബി ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് പോസസ് മെക്കാനിക്കൽ, കെമിക്കൽ ആൻഡ് തെർമൽ ഇക്വിലിബ്രിയം. ഒരു സിസ്റ്റം മെക്കാനിക്കൽ, കെമിക്കൽ, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമാണ് ആ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിട്ട് മാറുക. സോ എന്താണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം, എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ളത് നോക്കാം. ആദ്യം മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അതായത് ഒരു സിസ്റ്റത്തിനുള്ളിൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ അത്തരം സിസ്റ്റത്തിനെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. വെൻ ദർ ഈസ് നോ അൺബാലൻസ്ഡ് ഫോഴ്സസ് വിതിൻ ദി സിസ്റ്റം ഈസ് സെറ്റ് ടു ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. നെക്സ്റ്റ് വൺ കെമിക്കൽ ഇക്വിലിബ്രിയം. അതായത് ഒരു സിസ്റ്റത്തിനുള്ളിൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. When there is no unbalanced chemical reactions within the system is said to be in chemical equilibrium. Next one, thermal equilibrium. അതായത് ഒരു സിസ്റ്റത്തിനുള്ളിൽ യാതൊരു രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറും ഇല്ലെങ്കിൽ അത്തരം സിസ്റ്റത്തിനെയാണ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. When there is no heat transfer in the system is said to be in thermal equilibrium. സോ ഈ 3 ഇക്വിലിബ്രിയംസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായി മാറുക.